ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകർ, ഈ ആഴ്ചത്തെ വാരഫലം ധനുരാശിയെ പറ്റിയാണ്. 1199 ഇടവമാസം 16 മുതൽ 22 വരെയുള്ള 2024 മെയ് 30 മുതൽ 5 വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം, വ്യാഴാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ഫലമാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ധനുരാശി എന്നാൽ നിങ്ങൾക്കറിയാം, മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയാകുന്നു ധനുരാശി. ഇന്ന് ധനുരാശിക്കാർക്ക് 3-ാം ഭാവത്തിൽ ചന്ദ്രനും ശനിയും, 4-ൽ ചൊവ്വയും രാഹുവും, 5-ൽ ബുധനും, 6-ാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം ശുക്രനും, അഷ്ടമത്തിൽ മാന്തിയും, 10-ാം ഭാവത്തിൽ കേതുവുമാകുന്നു. അപ്പോൾ പ്രായേണ ബുധൻ ഇടവൻ രാശിയിലേക്ക് ഒരുവിധം പ്രവേശിച്ചു കഴിഞ്ഞു. ധനുരാശിക്കാർക്ക് ഒരു വസുമത് യോഗമുള്ള വാരമാകുന്നു. വസുമത് യോഗം എന്നാൽ ധനയോഗമാകുന്നു. ലഗ്നാൽ അതീവ വസുമാൻ വസുമൽ ശശാങ്കാത്. ചന്ദ്രനിൽ നിന്നും എല്ലാ ശുഭഗ്രഹങ്ങളും 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ധനപരമായ എന്തെങ്കിലും നല്ല തീരുമാനങ്ങളൊക്കെ ഈ വാരത്തിൽ ധനുരാശിക്കാർക്കാകാം. സ്വതവേ ധനുരാശിക്കാർക്ക് ലഗ്നാധിപനായ വ്യാഴം 6-ാം ഭാവത്തിലാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടുന്ന അവസ്ഥ വരും. ഫാമിലി ലൈഫിൽ ഭാര്യയും ഭർത്താവും ജോലി സംബന്ധമായ വിഷയത്തിലൊക്കെ 2 ദേശങ്ങളിൽ 2 കോണുകളിൽ താമസിക്കേണ്ടുന്ന അവസ്ഥ സംജാതമാകുന്നതാണ്. അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഈ വാരത്തെ മുന്നോട്ട് നയിക്കുക, നിയന്ത്രിക്കുക പരസ്പരം. അല്ലെങ്കിൽ അനാവശ്യമായ വാക്തർക്കങ്ങളൊക്കെ വരും. സഹോദര ഗുണം പ്രായണം നല്ലതാണ്. എങ്കിലും ഭൂമിപരമായ വിവാദങ്ങളിൽ ചെന്നുപെടാതെ നോക്കേണ്ടതുണ്ട്. ധർമ്മദൈവ പ്രീതി ഈ വാരം ചെയ്യുന്നത് ഏറ്റവും ഗുണമാണ്. സന്താനങ്ങൾക്ക് ജൂൺ 1 മുതൽ ചൊവ്വ വൈകിട്ട് 4 മണി മുതൽ മേടൻ രാശിയിലേക്ക് വരുന്നത് അവരുടെ ശ്രേയസ്സിന് ഈ വാരം വളരെ ഫലപ്രദമാണ്. അവരുടെ പഠന സംബന്ധമായ വിഷയങ്ങൾക്കുള്ള സ്കോളർഷിപ്പുകളും യാത്രകളുമൊക്കെ അനുകൂലമായി വരുന്ന വാരമാകുന്നു. അച്ഛൻ്റെ ആരോഗ്യം അത്ര ശുഭമായിരിക്കില്ല. പിതാവുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ, വാക്ക് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ വാരം വരാതെ നോക്കുക. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർ തങ്ങളുടെ അച്ഛന്മാരായിട്ടുള്ള മക്കൾ അവരുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ അനുകൂലമാണ്. ഇളയ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ചില അരിഷ്ടതകൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന വാരമാകുന്നു. അനുകൂലമായ വാരങ്ങൾ ജൂൺ 1-ഉം ജൂൺ 2-ഉമാണ്. ജൂൺ 1 ഉത്രട്ടാതി നക്ഷത്രം കാലത്ത് 10:30 മണി മുതൽ വളരെ അനുകൂലമാണ്. ജൂൺ 2-ാം തീയതി രേവതി മുഴുവൻ നക്ഷത്ര സമയം ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ധനുരാശിക്കാർ കൃഷ്ണപക്ഷ ഏകാദശിയാകുന്നു 2-ാം തീയതി. ഏകാദശി വ്രതമെടുക്കുന്നത് നല്ലതാണ്. കൃഷ്ണക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം, മക്കൾക്ക് വേണ്ടി അവരുടെ ശ്രേയസ്സിന് വേണ്ടി വെണ്ണ നിവേദ്യം വഴിപാടായി കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. മറ്റ് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഏറ്റവും നല്ല പരിഹാരം കാണേണ്ടുന്ന വാരമാകുന്നു ഈ ആഴ്ച. കാരണം വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശത്രുക്കളൊക്കെ ഉണ്ടാകാം. 6-ൽ ശുക്രനും വ്യാഴവും ബുധനുമാണ്. രേഖാപരമായ വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കുക. രേഖകൾ മറന്നു പോകുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടുന്ന വാരമാണ്. തുളസിമാല, പാൽപ്പായസം വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ്. പറ്റുമെങ്കിൽ ഒരു സുദർശന പുഷ്പാഞ്ജലിയും. എല്ലാ പ്രിയപ്പെട്ട ധനുരാശി പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജിയുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.